ഹലോ, ഈ നിക്കുവിന് യു എയിലോട്ട് കൊടുത്തുവിടാനായിട്ട് കുറച്ച് ബീഫ് അച്ചാർ ഉണ്ടാക്കിയാലോ? അടുത്ത മാസം നോമ്പൊക്കെ വരുമല്ലേ. ഞങ്ങൾ നോർമലി ഇടയത്താഴത്തിന് ചോറായിരുന്നു കഴിക്കുന്നത് കേട്ടോ. ചോറും അച്ചാറും ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇക്കു സെറ്റ് ആയിക്കോളും. ഞാനില്ലല്ലോ, ആൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പം ഞാൻ ഓർത്ത് കുറച്ച് അച്ചാറിട്ട് കൊടുത്തു വിടാവുന്ന കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചെറുതായിട്ട് എണ്ണയിലൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. കാരണം ഇപ്പോൾ 1 മാസം 1.5 മാസമൊക്കെ കഴിയുമ്പോൾ ഇൻഷാ അള്ളാ വരും. ഡെലിവറിക്ക് വേണ്ടി എൻ്റെ ഡെലിവറി സമയം ആകുമ്പോഴത്തേക്കിനും വരാനാണ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചുണ്ടാക്കുക, എൻ്റെ ഒരു സമാധാനത്തിന് ഉണ്ടാക്കി കൊടുത്തു വിടുക. കാരണം നോമ്പൊക്കെ അല്ലേ എന്ന് വിചാരിച്ചിട്ട്, അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ശരിയായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നോർമലി നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് അത്യാവശ്യം ഫുഡൊക്കെ കിട്ടും. അറബിക് ഫുഡും അങ്ങനത്തെ ഒരുപാട് കിട്ടും. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്നതിന് നമ്മൾ എൻ്റെ ആ ഒരു സ്റ്റൈലൊന്നും കിട്ടൂലല്ലോ. അപ്പോൾ കുറേ ദിവസം ഒരേ അങ്ങനത്തെ അറബിക് ഫുഡൊക്കെ കഴിയുമ്പോൾ നമുക്ക് തന്നെ അങ്ങ് മടുപ്പ് തോന്നും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനല്ല കേട്ടോ, സത്യത്തിൽ ഉമ്മ ആണ് ഉണ്ടാക്കിയത്. ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കയറിയെന്നേ ഉള്ളൂ. ഉമ്മ കുറച്ച് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് നമ്മുടെ അച്ചാറൊക്കെ സെറ്റായി. ഇത്രയേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.